ഒരു മൂവി കാണാൻ പോവാട്ടോ. അതും രാത്രി 10 മണിയുടെ ഷോ. ചിലരൊക്കെ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ രാത്രിയൊക്കെ പുറത്തു പോകുമ്പോൾ ധാരക്കാണിക്കാൻ എങ്ങനെ കെട്ടിയിറങ്ങി പോകുന്നതെന്നുള്ളത്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താ അറിയോ, നമ്മൾ ചിലപ്പോൾ ഡൗൺ ആയിരിക്കുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടാവാറില്ലേ, അത്തരം സിറ്റുവേഷൻസിൽ വളരെ ചെറുതെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ, ഒരു മൂവി കാണുക. അത് തിയേറ്ററിൽ തന്നെ പോകണമെന്നില്ല, വീട്ടിലിരുന്ന് കാണുന്നൊരു മൂവി ആയിരിക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട്, ഇഷ്ടപ്പെട്ട ആളോട് സംസാരിക്കുന്നത്, സെൽഫ് കെയർ ചെയ്യുന്നത്, സ്കിൻ കെയർ ചെയ്യുന്നത്, ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വലിയ ഡിഫറൻസ് ഉണ്ടാക്കും കേട്ടോ. ആൻഡ് ഇതിനേക്കാളൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സെൽഫ് ലവ് എന്നുള്ളത്. നമ്മളെ സ്നേഹിക്കാനും നമ്മളെ ബൂസ്റ്റ് ചെയ്യാനും ഉയർത്തിക്കൊണ്ടുവരാനൊക്കെ എപ്പോഴും ആരെങ്കിലുമൊക്കെ ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ ഏറ്റവും നല്ലത് സെൽഫ് ലവ് ചെയ്യാന്നുള്ളതാണ്. അതാകുമ്പോൾ ആരെങ്കിലും നമ്മളെക്കുറിച്ച് നല്ലത് പറയുമെന്നോ, നമ്മളെ സ്നേഹിക്കുമെന്നോ, നമ്മളെ ബൂസ്റ്റ് ചെയ്യുമെന്നോ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവുകയും വേണ്ട. അവരത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിരാശപ്പെടുകയും വേണ്ട. നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. ചിലപ്പോഴൊക്കെ സെൽഫ് ഡൗട്ടും ഞാൻ ഒന്നിനും കൊള്ളില്ല, ഇത് ശരിയാവോ എന്നുള്ള തോന്നലൊക്കെ ഉണ്ടാവും. പക്ഷെ ഓൾവേസ് റിമെമ്പർ യു ആർ വെരി ബ്യൂട്ടിഫുൾ ആൻഡ് യു ആർ യുണീക്ക്. അപ്പോൾ സെൽഫ് ലവ് ചെയ്യാൻ ആരും മറക്കണ്ട കേട്ടോ. പിന്നെ ഈ ഗെറ്റ് റെഡി വിത്ത് മീ, എനിക്ക് സത്യം പറയാലോ ഇപ്പോഴും ഈ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ എടുക്കേണ്ട രീതിയൊന്നും അത്ര അങ്ങ് വശമായിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ എന്തൊക്കെയോ ആണ്. ഞാൻ പണ്ട് പഠിച്ചത് ഒരു കോൺവെൻറ്റ് സ്കൂളിലാണേ. അപ്പോൾ നമുക്ക് ഒരുപാട് ഹെവി ആക്സറീസ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ തൊട്ട് യൂസ് ചെയ്ത് ശീലിച്ചൊരു കാര്യമാണ് ചെറിയ ചെറിയ സ്റ്റെഡ്സ്, അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള ചെയിൻ, അതൊക്കെ കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര വലിയ ഇയറിങ്സോ അല്ലെങ്കിൽ ഹാങ്ങിങ്സോ ഒക്കെ ഇടുമ്പോൾ അത്ര കോൺഫിഡൻസ് കിട്ടാറില്ല. പക്ഷെ ഞാൻ ഹാങ്ങിങ്സും കാര്യങ്ങളൊക്കെ ഒരുപാട് വാങ്ങിച്ച് വെക്കാറുണ്ട്. എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇതുപോലെ ഡ്രസ്സൊക്കെ ചെയ്ത് അങ്ങനത്തെ ഹാങ്ങിങ്സും കാര്യങ്ങളൊക്കെ സ്റ്റൈൽ ചെയ്ത് കുറേ പ്രഹസനങ്ങളും കുറേ വീഡിയോസൊക്കെ എടുത്ത് വെക്കാറുണ്ട്. പക്ഷേ എല്ലാം കഴിഞ്ഞ് പുറത്തോട്ട് പോകുന്ന സമയത്ത് എന്താണെന്നറിയില്ല, അത്ര അങ്ങ് കോൺഫിഡൻസ് കിട്ടാറില്ല. അതൊക്കെ മാറ്റി ഒരു സ്റ്റെഡോ ഒരു റിങ്ങോ എന്തെങ്കിലും വളരെ സിമ്പിളായിട്ട് ഇട്ടിട്ടാണ് ഞാൻ പുറത്തോട്ട് പോകാറ്. നിങ്ങൾ അങ്ങനെയാണ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ, ഒരാശ്വാസം. അപ്പം അങ്ങനെ റെഡിയായി കഴിഞ്ഞ് ഒരു വീഡിയോ ഒക്കെ എടുത്ത് സ്വന്തം സൗന്ദര്യമൊക്കെ അങ്ങ് ആസ്വദിച്ച് നമ്മൾ മൂവിക്ക് പോവാണ്. ലുലു PVRലായിരുന്നു പോയത്. അവിടെ എത്തി ഫസ്റ്റ് എന്തായിരുന്നു വെച്ചാൽ ഭക്ഷണം മുഖ്യം വെക്കില്ലേ. അതിനുശേഷം നമ്മൾ കണ്ട മൂവി ഫൈനൽ ഡെസ്റ്റിനേഷൻ ആട്ടോ നമ്മൾ കണ്ടത്. ഫൈനൽ ഡെസ്റ്റിനേഷൻ ഇഷ്ടമുള്ളവർ കമൻറ്റ് ബില്ലോ. അപ്പോൾ അത്രേ ഉള്ളൂ, ബൈ.